ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിവിടെ ബെൽഗ്രേഡ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. സെർബിയയിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. സെർബിയ ഒരു എന്താ പറയുക ഈസ്റ്റ് യൂറോപ്യൻ കൺട്രിയാണ്. അപ്പോൾ അതിൻ്റെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ബെൽഗ്രേഡിലാണ് ഇപ്പോൾ ഞങ്ങൾ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് പാസ്പോർട്ടിൽ സീലൊക്കെ അടിച്ചു. ഞാൻ, മുഖ്ലിസ്, അമൽ, ഞങ്ങൾ 3 പേരാണ് ട്രിപ്പിന് വന്നിട്ടുള്ളത്. അപ്പോൾ ഏകദേശം 3 രാജ്യങ്ങൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഡേ സെർബിയ, പിന്നെ മോണ്ടിനിഗ്രോ, പിന്നെ അൽബേനിയ. ഈ 3 രാജ്യങ്ങളാണ്. ഈ 3 ഈസ്റ്റ് യൂറോപ്യൻ കൺട്രീസാണ് കറങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ബെൽഗ്രേഡിലാണുള്ളത്. ഞങ്ങൾ ഫ്ലൈറ്റ് കയറിയത് ലൂട്ടൺ എന്നാണ്, ലണ്ടൻ ലൂട്ടൺ എയർപോർട്ടിൽ നിന്നാണ്. അപ്പോൾ ഏകദേശം 3.5 മണിക്കൂറോളം ഫ്ലൈറ്റിൽ യാത്ര ഉണ്ട്. 3.5 മണിക്കൂറത്തെ യാത്ര കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞങ്ങളിവിടെ ബെൽഗ്രേഡിൽ എത്തിയിട്ടുള്ളത്. ബെൽഗ്രേഡിൽ വന്ന ഉടനെ ഞങ്ങൾക്ക് ഇമിഗ്രേഷൻ്റെ അവിടെ നല്ല രീതിക്ക് തന്നെ സീൻ ഉണ്ടായിരുന്നു. കാരണം ഇമിഗ്രേഷൻ നമ്മുടെ പാസ്പോർട്ട് ചോദിക്കുന്നു, പിന്നെ പോരാത്തതിന് നമ്മുടെ ഷെയർ കോഡാണ് അവർ ചോദിക്കുന്നത്. ഇ വിസ അല്ല, ഷെയർ കോഡ് അവർക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഷെയർ കോഡ് വെച്ചിട്ട് നമ്മുടെ പാസ്പോർട്ടും ഷെയർ കോഡ് ഫോട്ടോ എടുത്തിട്ടൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പ്രിൻ്റ് എടുത്ത് അവിടെ വെക്കുന്നുണ്ട്. എന്നിട്ടാണ് അവർ സീൽ ചെയ്ത് തന്നത്. അപ്പോൾ കുറച്ച് നേരം അവിടെ തന്നെ സമയം പോയി. പിന്നെ ഇവിടെ എന്താണ്, നമുക്ക് മണി എക്സ്ചേഞ്ച്, ഇവിടുത്തെ കറൻസി യൂറോ അല്ല, ഇവിടെ കറൻസി എല്ലാവരും യൂസ് ചെയ്യുന്നത് സെർബിയൻ ദിനാറാണ്, RSD എന്ന് പറയുന്നത്. ഏകദേശം 1 പൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു 145 സെർബിയൻ ദിനാർ നമുക്ക് കിട്ടും. അപ്പോൾ ഇന്ത്യൻ റുപ്പീനേക്കാളും ചീപ്പായിട്ടാണ് ഇവിടുത്തെ കറൻസി കിടക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ വന്ന ഉടനെയുള്ള വിശേഷങ്ങൾ. ഇനി ബാക്കി ഉള്ള സെറ്റപ്പും കാര്യങ്ങളും ഇവിടെ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ പറഞ്ഞുതരാം. എന്തൊക്കെയാണ് പ്ലാൻ എന്നുള്ളത് മുഖ്ലിസിനെ അറിയുള്ളൂ. നമ്മൾ ജസ്റ്റ് ട്രിപ്പിന് ഇങ്ങനെ വരിക എന്നേ ഉള്ളൂ. ബാക്കി എല്ലാ പ്ലാനും കാര്യങ്ങളൊക്കെ മുഖ്ലിസാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കൂട്ടത്തിലും ഉണ്ടാവും അങ്ങനത്തെ ഒരാൾ. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ വഴിയെ പറയാം എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പോൾ ഇതാണ് എക്സ്ചേഞ്ച് റേറ്റ്. ഇന്നത്തെ ബ്രിട്ടീഷ് പൗണ്ടിന് 145 പൗണ്ടാണ്, 145 ദിനാറാണ് ഇവർ തരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 50 പൗണ്ടാണ് ഞങ്ങൾ ഇവിടുന്ന് ചേഞ്ച് ചെയ്യുന്നത്. ഇവിടെ 5000-ന്റെ നോട്ട് വരെ ഉണ്ട്. പിന്നെ ഇവിടെ റോമിങ് കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. വോഡഫോൺ UK ആണെന്നുണ്ടെങ്കിലും റോമിങ് കാര്യങ്ങളും കിട്ടുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ ചാർജ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഏകദേശം 7 പൗണ്ട് എന്തോ കൊടുത്താലേ നമുക്ക് ഒരു ദിവസം ഇവിടെ നെറ്റ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നെറ്റ്, കോള്, എല്ലാത്തിനും ടെക്സ്റ്റ് കാര്യങ്ങൾക്കൊക്കെ അത്രയും പേയ്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ ChatGPT പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പൈസ ചേഞ്ച് ചെയ്യരുതാണ്. അപ്പോൾ ഞങ്ങൾ 50 പൗണ്ടാണ് ഇപ്പോൾ മാറിയത്. അപ്പോൾ ഇവരുടെ അടുത്ത് 2000-ന്റെ നോട്ടൊക്കെ ഉണ്ട്, 2000. അങ്ങനെ ഏകദേശം ഒരു 6120 പൗണ്ട് ദിനാറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 6120 എന്താണ് സെർബിയൻ ദിനാർ. അതായത് 50 പൗണ്ടിന് 6120 ദിനാറാണ് കിട്ടുന്നത്. അപ്പോൾ ഈ എയർപോർട്ടിൻ്റെ ഉള്ളിൽ നല്ല രീതിക്ക് തന്നെ സ്കാമും കാര്യങ്ങളും ഉണ്ടാകുന്ന ChatGPT പ്രത്യേകം പറഞ്ഞിരുന്നു. പക്ഷെ എന്നാലും ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് തന്നെയാണ് മാറ്റിയത് പൈസ. പുറത്തിറങ്ങിയിട്ട് എവിടെയാണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ മാറ്റി. പിന്നെ ഇനി സിം എടുക്കണോ വേണ്ടേ എന്നുള്ളതിലാണ് നിൽക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ സിം എടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ നേരെ പുറത്ത് പോവും. ഇവിടെ അധിക സ്ഥലത്തും വൈഫൈ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനനുസരിച്ച്, പക്ഷെ അതൊന്നും നമുക്ക് ഒരിക്കലും റിലേ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒന്നെങ്കിൽ റീചാർജ് ചെയ്യണം, അല്ലെങ്കിൽ പുതിയൊരു സിം ഇവിടുത്തെ എടുക്കേണ്ടി വരും. അപ്പോൾ ഒരു സിമ്മിന് 1000 ദിനാറാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടുത്തെ ലാംഗ്വേജ് സെർബിയൻ ലാംഗ്വേജ് ആണ്. അതിൻ്റെ സ്ക്രിപ്റ്റ് വരുന്നത് ഒന്നുകിൽ ലാറ്റിൻ ആയിരിക്കും, അല്ലെങ്കിൽ സിറിലിക് എന്ന് പറയുന്നൊരു ഇതിലാണ്. ഞാൻ കാണിച്ചുതരാം എങ്ങനെയാണെന്നുള്ളത്. ആണിപ്പോൾ ബസ് സ്റ്റേഷൻ്റെ അവിടെയുള്ള എന്താണ് എഴുത്തും കാര്യങ്ങളൊന്നും നമുക്കൊന്നും വായിക്കാൻ പറ്റില്ല. ഒന്ന് ലാറ്റിനാണ്, ഒന്ന് സിറിലിക്കാണ്. അത് ഏതാണെന്നും കൂടി മനസ്സിലാവുന്നില്ല. പക്ഷേ നമ്മൾ ഗൂഗിൾ മാപ്പിൽ നോക്കുന്നു എവിടേക്കാണ് പോകേണ്ടതെന്നുള്ള ഗൂഗിൾ മാപ്പിൽ നോക്കി. അങ്ങനെ അപ്പോൾ 4 മിനിറ്റിലൊരു ബസ് ഉണ്ട്. ആ ബസ്സിൽ നേരെ പോവുക, എന്നിട്ട് അവിടെ സിറ്റി പോവുക, ഫുഡ് കഴിക്കുക, സിറ്റി ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക, ഫുഡ് കഴിക്കുക, അങ്ങനത്തെ പരിപാടിയൊക്കെയാണ്. പിന്നെ അവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട്. അതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. പിന്നെ അത് കഴിഞ്ഞിട്ട് റൂമിൻ്റെ ചെക്കിന് 3 മണിക്കാണെന്നതാണ്. അപ്പോൾ ആ നേരത്ത് ബാഗും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ട്, പിന്നെ നൈറ്റ് ലൈഫാണ് സെർബിയയിൽ മെയിൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒന്ന് എന്തായാലും വീഡിയോയിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് ഇന്ന് സെർബിയയാണ്. നമ്മൾ ലണ്ടനിൽ നിന്ന് കയറുമ്പോൾ ലണ്ടൻ ലൂട്ടണിൽ ഫീൽസ് ലൈക്ക് 1 ഡിഗ്രി ആയിരുന്നു. ഇവിടെ ഭയങ്കര വെയിലാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും കൂളിംഗ് ഗ്ലാസ് ഒന്നും വെക്കാതെ നടക്കാൻ പറ്റില്ല. പിന്നെ ഏതായാലും നമ്മൾ ടൂറിസ്റ്റ് ആണല്ലോ. പിന്നെ ലൂട്ടൺ എയർപോർട്ടിൽ അത്രയും തണുത്ത് വിറച്ചിട്ട് നിന്നതാണ്.
ഇവിടെ സിമ്പിളായിട്ട് നമ്മളൊരു ചെറിയൊരു ടീഷർട്ടും സിമ്പിൾ പാൻറ്റൊക്കെ ഇട്ടിട്ട് തന്നെ നിൽക്കുന്നത്, ഒരു കുഴപ്പമില്ല. അത്രയും വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചൂടുള്ളൊരു ഏരിയയാണ്. ഇനി എന്താണ് ബാക്കിയുള്ളവിടുത്തെ ക്ലൈമറ്റ് എന്നറിയില്ല. ഇവിടെ എത്തിയപ്പോൾ നല്ല ചൂടും വെയിലൊക്കെ ഉണ്ട്. ഇവിടെ നോർമൽ ബസ്സുകളുണ്ട്, പക്ഷേ ഇപ്പോൾ ഈ വാന് പോലത്തെ ഒരു ബസ്സിലാണ് ഞങ്ങൾക്ക് പോകാനുള്ളത്. ഫോണ്ടാന എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത്. എന്താണ് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എന്നൊന്നും അറിയില്ല. A1 എന്നുള്ള ബസ്സാണ് എല്ലായിടത്തും കാണിക്കുന്നത്. ബെൽഗ്രേഡ് നേരെ നമ്മൾ എയർപോർട്ടിൽ വന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ A1 എന്നുള്ള ബസ് പിടിച്ചിട്ടാണ് പോകുന്നത്. ഇവിടെ ലെഫ്റ്റ് സൈഡ് ഡ്രൈവിംഗ് ആണ് ഉള്ളത്. പിന്നെ നമുക്ക് ഒരാൾക്ക് ആയ ടിക്കറ്റ് 6 മിനിറ്റത്തെ യാത്ര എന്തോ ഉള്ളൂ കേട്ടോ. 400 ദിനാറാണ് ഇവിടുത്തെ. അതായത് ഞങ്ങൾ 3 പേർക്ക് 1200 ദിനാറാണ് ഇപ്പോൾ പോയത് ഒരു ബസ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. പൗണ്ടിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ കുറവായിരിക്കും, എന്നാലും 1200 ദിനാറാണ് ഞങ്ങൾക്ക് 3 പേർക്ക് ആയ ടിക്കറ്റ്. വെറും 6 മിനിറ്റത്തെ യാത്രയേ ഉള്ളൂ എന്നാണ് കാണിക്കുന്നത്. എന്തായാലും പോയി നോക്കാം. എന്തായാലും ഭംഗിയുള്ള ഏരിയ ആണ്. പുറത്തൊക്കെ ഫുള്ള് സെർബിയൻ്റെ കൊടികളാണ് കാണുന്നത്. സെർബിയൻ്റെ ഫ്ലാഗുകളും കാര്യങ്ങളൊക്കെ പുറത്ത് എല്ലാം എടുത്തുണ്ട്. ലണ്ടനിൽ വന്നിട്ടുള്ള ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. പിന്നെ ഞാൻ നേരത്തെ പറയുന്നു ഈസ്റ്റ് യൂറോപ്യൻ കൺട്രി, അതിൽ ജസ്റ്റ് ഒരു മാറ്റമുണ്ട്. അത് സൗത്ത് ഈസ്റ്റ് യൂറോപ്യൻ കൺട്രിയാണ് ഈ സെർബിയ, അൽബേനിയ, മോണ്ടിനീഗ്രോ ഒക്കെ വരുന്നത്. ബാൽക്കൺ കൺട്രീസിലാണ്. നമ്മുടെ സോഷ്യലൊക്കെ പഠിച്ചിരുന്ന സ്കൂളിൽ സോഷ്യലൊക്കെ പഠിച്ചിരുന്ന ബാൽക്കൺ കൺട്രീസ് പെട്ടതാണിത്. ഞാനിതാ ഡ്രൈവറിൻ്റെ സീറ്റിൻ്റെ ബാക്കിൽ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ ഇവിടെ സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊന്നും ആവശ്യമില്ല എന്നാണ് തോന്നുന്നത്. ഇയാൾ സീറ്റ് ബെൽറ്റൊക്കെ ബാക്കിലൂടെ ഇട്ട് വെച്ചിട്ടുണ്ട്, കീക്ക് അടിക്കാതിരിക്കാൻ. ബാക്കി എല്ലാതും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ആൾക്കാർക്ക് ഇംഗ്ലീഷും കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇറങ്ങേണ്ട സ്ഥലമൊക്കെ മറന്നു. ഫോന്താന എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഞങ്ങൾക്ക് ഇറങ്ങേണ്ടിരുന്നത്. പക്ഷേ ഇയാൾക്ക് അത് മറന്നുപോയി. അപ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പം പറഞ്ഞ് ക്രോസ്ഡ് എന്ന് പറഞ്ഞു. അത് മാത്രമേ അയാൾക്ക് അറിയുന്നുള്ളൂ. പിന്നെ പൈസ ഇത് എത്ര ദിനാറാണ് ഇവിടെ നമുക്ക് ടിക്കറ്റ് എന്ന് ചോദിച്ചപ്പോഴും കൂടി അയാൾ അതിൻ്റെ കൗണ്ടിങ് പോലും അറിയില്ല ഇംഗ്ലീഷിൽ. അയാൾ എന്താണ് ഇവിടുത്തെ നോട്ടാണ് കാണിച്ചത്, ഇത് ഈ നോട്ട് എന്ന് കാണിച്ചെന്നു. അങ്ങനെയാണ് നമ്മൾ പൈസ കൊടുത്തത്. അപ്പോൾ ഇംഗ്ലീഷ് മനസ്സിലാക്കാനും അറിയാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇവിടുത്തെ ആൾക്കാർക്ക്. അപ്പോൾ അതുകൊണ്ട് ആ ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ നമുക്കൊരു ചെറിയൊരു സീൻ ഉണ്ടാവും എന്തായാലും. ഇവിടെ റോട്ടിൽ നമുക്ക് ട്രാമുകളാണ്. അത് പഴയ ട്രാമുകളാട്ടോ, ഒക്കെ പഴയ ഒരു സ്ട്രക്ചറിലാണ് കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. അങ്ങനെ ഈ ഡ്രൈവർ എവിടോ കൊണ്ട് ഇറക്കിയിട്ടുണ്ട്, സ്ലാവിയ എന്ന് പറഞ്ഞ സ്ഥലത്ത്. പക്ഷേ ഈ നമ്മൾ 400 ദീനാർ എന്നൊക്കെ പറയുമ്പോൾ അത്ര കൂടുതലൊന്നും ഇല്ല കേട്ടോ. 3 പൗണ്ടിൻ്റെ അടുത്തേ ഉള്ളൂ. അപ്പോൾ 3 പേർക്കും കൂടി ആകെ 8 പൗണ്ട് എന്താ ആയിട്ടുള്ളൂ. അപ്പോൾ 1200 ദീനാർ എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് തോന്നും. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യനേക്കാളും തീരെ മൂല്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിലും ബസ് ട്രാവലിലൊന്നും ഇത്രയും 1000 1200 ഒന്നും വാങ്ങൂലല്ലോ. ഇവിടെ 1200 ദീനാറാണ് വാങ്ങുന്നത് 3 ആൾക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും ചീപ്പാണ് ഇവിടുത്തെ, അല്ലെങ്കിൽ അത്രയും ഇൻഫ്ലേറ്റഡ് ആണെന്ന് അർത്ഥം. പിന്നെ ഇവിടെ UK-ലത്തെ ഒരു എന്താ പറയുക ടൈം ഡിഫറൻസ് ഉണ്ട്. 1 മണിക്കൂറിൻ്റെ ടൈം ഡിഫറൻസ് ഉണ്ട്. ഇത് 1 മണിക്കൂർ മുന്നോട്ടാണ്. ഇപ്പോൾ ഏകദേശം ഇവിടെ 11:30 UK-ൽ 10:30 ആയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് സംഭവം. ടൈമിൻ്റെ കണക്കിലുള്ള വ്യത്യാസം വരുന്നത്. ലണ്ടനിൽ വന്നിട്ട് ഇതുവരെ ഇംഗ്ലീഷ് കൺട്രീസ് മാത്രമേ പോയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്കിതുവരെ ലാംഗ്വേജിൻ്റെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇത് ഒരു എന്താ പറയുക വേറൊരു ലാംഗ്വേജ് ഉള്ള സ്ഥലത്തൊരു ഫുൾ കോമഡിയാണ്. അല്ലെങ്കിൽ എന്താ പറയുക നമുക്ക് എന്തൊക്കെയോ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കാരണം ഇവിടുത്തെ ആൾക്കാർക്ക് ഇംഗ്ലീഷ് മനസ്സിലാവുന്നില്ല. കാണുന്ന റെഡ് കളറിലുള്ളതാട്ടോ ഇവിടുത്തെ ട്രാം. നമ്മുടെ നാട്ടിലെ KSEBിൻ്റെ വണ്ടിയൊക്കെ പോലെയാണ് കിടക്കുന്നത്. ഫുള്ള് വയറും വള്ളിയൊക്കെ വലിച്ചിട്ട് ഒരു പഴയ മോഡൽ വണ്ടി. അതാണ് ഇവിടുത്തെ ട്രാം. അപ്പോൾ ഇതാണ് ഇവിടെ എക്സ്ചേഞ്ചിന് പറയുന്ന പേരാണ് മെഞ്ചാങ്നിക്ക. ഈ മെഞ്ചാങ്നിക്കയിൽ എന്തായാലും നമ്മളൊന്നും കൂടി ചേഞ്ച് ചെയ്യേണ്ടി വരും. കാരണം 50 കൊണ്ടൊന്നും തികയൂല. കാരണം ഇവിടെ എല്ലാത്തിനും നല്ല റേറ്റാണ്. റേറ്റ് മീൻസ് ഇവിടെ ദിനാറ് അത്രയും മൂല്യമില്ലാത്തതുകൊണ്ട് കൂടുതൽ എമൗണ്ടാണ് നമ്മളെടുത്ത് നിന്ന് വാങ്ങുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് ട്രാം അല്ല കേട്ടോ, ഇതൊരു ബസ് തന്നെയാണ്.
ബസ് ഇതേപോലെ ഇലക്ട്രിക് ലൈനിലൂടെ ഓടുന്ന ട്രാം വേറെ ഉണ്ട്. ഇത് ടയറൊക്കെ ഉള്ള നോർമൽ ബസ്സാണ്. നമ്മൾ സീബ്ര ക്രോസിൽ നടക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഗ്രീൻ ലൈറ്റ് കത്താതെ നടക്കാൻ പറ്റൂല, റെഡായി. അപ്പോൾ ബെൽഗ്രേഡ് സിറ്റിയിലൂടെ നടക്കുമ്പോഴാണ് ഞങ്ങൾ ഈ ഒരു സാധനം കാണുന്നത്. അത്രയും നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ബാക്കിലൊന്ന് നോക്കി നോക്ക്. ഇതാണ് എന്ത് ഇവിടുത്തെ സെർബിയൻ പാർലമെൻറ്റ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൾക്കാരോട് ചോദിച്ചു ഞങ്ങൾ ഇതെന്താണ് സംഭവം എന്ന്. അപ്പോൾ അവർ പാർലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏതൊക്കെയോ ഭാഷയിലാണ് സംസാരിക്കുന്നത്, ആർക്കും ഇംഗ്ലീഷ് അറിയുന്നില്ല. പിന്നെ ഞങ്ങളൊരു മോൺസ്റ്ററൊക്കെ വാങ്ങി, എന്താ ഒരു എനർജിക്കും വേണ്ടിയിട്ട്. ഇവിടെ 200 ദിനാറാണ് ഒരു ഇതിന് വരുന്നത്, ഒരു മോൺസ്റ്ററിന് വരുന്നത്. ഇത് കണ്ടില്ലേ, നാട്ടിൽ അതേപോലെ BG ബെൽഗ്രേഡിൻ്റെ BG ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ KL അങ്ങനെയൊക്കെ കൊടുക്കുന്ന പോലെ അങ്ങനെയാണ് ഇവിടുത്തെ നമ്പർ ബോർഡും കാര്യങ്ങളൊക്കെ വരുന്നത്. ആണ് പാർലമെൻറ്റ്. കണ്ടില്ലേ, ഫുള്ള് സെർബിയൻ ഫ്ലാഗും ഇതൊക്കെ ഉണ്ട്. ഫ്രണ്ടിൽ കുറേ പ്രതിമകളും കാര്യമൊക്കെ ഉണ്ട്. ലൂട്ടൺ എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾക്കൊരു വള്ളി കിട്ടി. അമലിൻ്റെ ഈ ബാഗ് കണ്ടില്ലേ, ഈ ബാഗ് ഇത്രയും വലിപ്പമുള്ള ബാഗൊന്നും ആരും വെച്ച് പോകരുത്. അപ്പോൾ ഇത് നമ്മുടെ ലഗേജിൽ പ്രശ്നമാണ്. ഇപ്പോൾ ഈ കാണുന്ന ടാഗ് കണ്ടില്ലേ മേലെയുള്ള വിസ് എയറിൻ്റെ ടാഗ് 70 പൗണ്ട് കൊടുത്തിട്ടാണ് ഞങ്ങൾ ഈ ബാഗ് കയറ്റിയത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഈ ബാഗിൻ്റെ കാര്യത്തിലൊക്കെ. അവിടെ ബാഗ് ചെക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ കൊള്ളണം. അതിൽ കൊണ്ടില്ലാന്നുണ്ടെങ്കിൽ എന്താവും, ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ ഡബിൾ പൈസയാണ് വരുന്നത്. ഏകദേശം 70 പൗണ്ടാണ് ഞങ്ങൾ ബാഗ് കയറ്റാൻ വേണ്ടിയിട്ട് കൊടുത്തത്. സത്യം പറയാലോ, ഇത് നല്ലൊരു വെറൈറ്റി ഒരു സ്ട്രീറ്റ് ആട്ടോ. കാരണം ഇതൊക്കെ താഴെയൊക്കെ കല്ലൊക്കെ പതിച്ചിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ അടുത്ത് കുറേ നല്ല നല്ല റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ എവിടുന്നേലൊക്കെ ഒരു ഫുഡ് കഴിക്കാനുള്ള പ്ലാനിലാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്ട്രീറ്റിൽ ഇങ്ങനെ നടക്കുന്നിടയ്ക്ക് ഒരു നല്ലൊരു ഭംഗിയുള്ളൊരു കുട്ടി വന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു എന്താണ് ഫുഡ് കഴിക്കാനാണോ നോക്കുന്നത് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഒരു ബ്രഞ്ചിൻ്റെ ഒരു മീലുണ്ട്, ഇപ്പോൾ ബ്രഞ്ചിൻ്റെ ടൈമാണ് 1200 ദിനാറ് വരുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ കയറിയിരുന്നു. അപ്പോൾ ഇതാണ് ബൊഫേക്കുള്ള സാധനങ്ങൾ. ചിക്കൻ ഉണ്ട്, പിന്നെ എന്തൊക്കെയോ അറിയാത്ത സാധനങ്ങളുണ്ട്, എന്തോ പരിപ്പറി പോലത്തെ സാധനം, പിന്നെ ബ്രെഡ്സ് ഉണ്ട്, ഫ്രൂട്ട് സാലഡ്, സോസേജ്. ഇത് കണ്ടിട്ട് എന്താ പറയുക, ബ്രിഞ്ചളാന്ന് തോന്നുന്നുണ്ട്, വഴുതനയാന്ന് തോന്നുന്നുണ്ട്, അങ്ങനെ എന്തോ. പിന്നെ അങ്ങനെ കുറേ ബ്രെഡ്, കൽത്തപ്പം പോലത്തെ ഒരു സാധനമൊക്കെ ഉണ്ട്. സത്യം പറയാലോ, ബ്രഞ്ചിന് എന്തൊക്കെയോ സാധനങ്ങൾ അവിടെ ഫുള്ള് ബോഫയാണ്, എന്തോ വേണമെങ്കിലും എടുക്കാം നമ്മൾ. ഒരു ചിക്കൻ ഉണ്ട്, ഇത് ബീഫാണ്, പിന്നെ ഒരു ബ്രെഡ്, പിന്നെ ഒരു ചിക്കൻ്റെ ഒരു സോസ് ഉണ്ട്, പിന്നെ ഇത് കുറച്ച് സലാഡ്, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ്, ഇത് ബീട്രൂട്ട്, അത് ബ്രിഞ്ചലാണ്. അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. കഴിച്ചോക്കെ. ഇതാണ് സെർബിയൻ ഫുഡുകൾ കേട്ടോ. അപ്പോൾ സെർബിയൻ ക്യൂസിനാണ് ഒന്ന് ട്രൈ ചെയ്യുന്നത്. ആണ് ഇവിടുത്തെ മെയിൻ പബ്ലിക് ട്രാൻസ്പോർട്ട് കേട്ടോ. 3 ഡോറാണ് ഇതിനുള്ളത്. 3 ഡോറിൽ കൂടി ആൾക്കാർക്ക് കയറാം. ഇത് എവിടെയാണ് ടാപ്പ് ചെയ്യേണ്ടത്, ആരാണ് പൈസ വാങ്ങുക എന്നുള്ളതൊന്നും അറിയില്ല. ഞങ്ങളിപ്പോൾ ഇതുവരെ 2-3 തവണ ഫ്രീ ആയിട്ട് തന്നെ ട്രാവൽ ചെയ്ത്, അറിയില്ല. ഞങ്ങൾ ഇവിടെ എന്താ പറയുക, റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. ഇനി മോണ്ടിനിഗ്രോ പോകാനുള്ള ട്രെയിൻ ടിക്കറ്റ് ഇപ്പം തന്നെ എടുത്തു വെക്കട്ടെ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് രാത്രി ആയി കഴിഞ്ഞാലൊന്നും കിട്ടുമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എടുത്തു വെക്കാനുള്ള പ്ലാനാണ്. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. കാണാൻ കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ. നല്ല വലിയ ട്രാക്കാണ്, പക്ഷേ വരുന്ന ട്രെയിനൊക്കെ കുഞ്ഞു ട്രെയിനുകളാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇന്ന് ആൾക്കാർ സിഗരറ്റും കാര്യങ്ങളൊക്കെ വലിക്കുന്നൊക്കെ നമുക്ക് കാണാം. ഇതാണ് സെർബിയ. ആ കാണുന്ന അറ്റം സെർബിയൻ്റെ അറ്റം, ഈ കാണുന്ന അറ്റം സെർബിയൻ്റെ മറ്റൊരറ്റം. ഗൈസ്, അല്ലോ ലണ്ടനിൽ നിന്ന് വന്നിട്ട് ഇവിടെ വരുമ്പോൾ ഉള്ള മനസ്സിലാക്കണം കേട്ടോ. അത്രേ ഇതാണ് ചൂടാ. 31 ഡിഗ്രിയാണ് എന്താണ് ചൂട്. ഇവിടെ ഭയങ്കര എന്താ കുത്തുന്ന വെയിലാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ വിൻ്റർ ആണെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. സമ്മറിൽ അപ്പോൾ ഇതിനേക്കാളും ചൂടുണ്ടാവും എന്നൊക്കെ തോന്നുന്നത്. അപ്പോൾ ഞങ്ങളിതാ ഈ ബാഗ് ഇങ്ങനെ തൂക്കി പിടിച്ച് നടക്കണ്ടല്ലോ വെച്ചിട്ട് ബാഗ് വീട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞങ്ങൾക്ക് 3 മണിക്കാണ് ചെക്കിൻ. അപ്പോൾ ഇപ്പോൾ ഏകദേശം 4 മണി ആയിട്ടുണ്ട്. പക്ഷേ
എന്തായാലും ഞങ്ങൾ ഇപ്പോൾ നേരെ ഫ്ലാറ്റിൽ കൊണ്ടുവെക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ ഫ്ലാറ്റ് എടുത്തിരിക്കുന്നത്, സെർബിയയിൽ ഫ്ലാറ്റ് എടുത്തിരിക്കുന്നത് ലണ്ടൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ്. അപ്പോൾ ലണ്ടനിൽ നിന്ന് ഒന്ന് ഇനി ലണ്ടനിൽ തന്നെയാണ് നിൽക്കാൻ പോകുന്നത്. ഇതാണ് ഇവിടുത്തെ ഫേമസ് ചർച്ച് കേട്ടോ, ബെൽഗ്രേഡ് സിറ്റിയിൽ തന്നെയാണുള്ളത്. ഞങ്ങൾ ഇപ്പം ഫ്ലാറ്റിൽ നിന്ന് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ഇപ്പോൾ ഏകദേശം കുറച്ച് നടന്നിങ്ങോട്ട് വന്നു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പള്ളി, ചർച്ച്. ഞാൻ കാണിച്ചു തരാം അതിൻ്റെ അകവും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഫ്രണ്ടിൽ തന്നെ കുറേ പ്രാവുകളൊക്കെ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് വ്യൂ. കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ടല്ലേ. ഏതായാലും അയ്യോ, നമുക്ക് നല്ല പക്ക ടൈമിങ്ങിൽ പ്രാവുകൾ. ഫ്രണ്ടിൽ തന്നെ 3 രാജാക്കന്മാരാണെന്ന് തോന്നുന്നുട്ടോ. അവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ സെർബിയൻ പിള്ളേർ സൈക്കിളൊക്കെ ഓടിച്ച് കളിക്കുകയാണ് ഇവിടെ. മഞ്ഞ ലൈറ്റ്. ഇതാണ് ഞാൻ നോർമൽ എടുക്കുന്ന വീഡിയോ. 0.5 ഇട്ട് കഴിഞ്ഞാലും ഇതും കൂടി ഇത് ഫുള്ള് കൊള്ളുന്നില്ല. അതായത് അത്രയും വലിയൊരു ചർച്ചാട്ടത്. നിങ്ങൾക്കിങ്ങനെ ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര വലിയ ചർച്ച. പിന്നെ അതേപോലെ തന്നെ ഇതാ ഈ ഫ്രണ്ടിൽ തന്നെ വലിയ മുറ്റം കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയിൽ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇതാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ കേട്ടോ. അപ്പോൾ ഫ്രണ്ട് വ്യൂവിൽ തന്നെ ഇവിടെ ഒരു വലിയൊരു ഡോറുണ്ട്. ആ ഡോറ് കാണിച്ചു തരാം. ഈ ഡോറിൽ പല എഴുത്തുകളും കാണാൻ പറ്റും. പക്ഷേ ഈ സൈഡിലാണ് നമ്മൾ എന്താ പറയുക, ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അറബിക് എഴുതിയത് കാണാം. അപ്പോൾ അതാണ് പിന്നെ ഭയങ്കരമായിട്ട് ഇതാക്കിയത്. ഒന്നും മനസ്സിലായില്ല എന്താണ് ആവത്. ഇത് ഇവിടുത്തെ ആളുകളുടെ വിശ്വാസമാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇതേപോലെ കുറേ ഓയിലും കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ടുണ്ടാവും. പിന്നെ അതിൻ്റെ കൂടെ മെഴുകുതിരി കത്തിച്ചിട്ട് പ്രാർത്ഥിക്കുന്നത് കാണാൻ പറ്റും നിങ്ങൾക്ക്. ഓയിലാണ് ഒഴിക്കുന്ന അയാൾ. ഇതാണ് ഇതിൻ്റെ അകത്തുള്ള വിഷ്വൽസ് കേട്ടോ. അത്രയും ആർക്കിടെക്ചറാണ്. പിന്നെ അതേപോലെ തന്നെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയാട്ടോ. ഏറ്റവും സെൻറ്ററിൽ നിന്നിട്ട് ഗൈസ്, ഇതൊന്നും പെയിൻറ്റിങ് അല്ല കേട്ടോ. ഇത് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം, നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോന്ന് അറിയില്ല. ഇത് ഓരോ ചെറിയ ചെറിയ സ്ക്വയർ പീസസ് ഇങ്ങനെ ഒട്ടിച്ചുണ്ടാക്കിയതാ കേട്ടോ. ഭയങ്കര കേട്ടോ. ഇത് മൊത്തം ഇവിടെ മൊത്തം അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. സ്ക്വയർ പീസസ് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പൊ ഇതാണ് ദ കത്തീഡ്രൽ ഓഫ് സെന്റ് സാവ, നമ്മളിപ്പോ കണ്ട സാധനം. ഇത് ഏകദേശം 3000 സ്ക്വയർ മീറ്റേഴ്സ് ആണ് ഇതിന്റെ ഫ്ലോർ ഏരിയ. അത്രയും വാസ്റ്റ് ആണ് കേട്ടോ, ഞാൻ പറഞ്ഞില്ല. അതേപോലെ തന്നെ 79 മീറ്റർ ആണ് ഇതിന്റെ ഹൈറ്റ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഫോണിൽ കാണുന്ന ആ ഒരു സംഭവം അല്ല, നിങ്ങൾ റിയൽ ആയിട്ട് കാണുമ്പോൾ അത് അത്രയും ഹൈറ്റ് കൂടുതലാണ് കേട്ടോ. ഓ, സെർബിയയിലെ വണ്ടിപ്രാന്തന്മാരെ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് സംസാരിക്കുന്നിടക്കും നിങ്ങൾക്ക് വണ്ടിന്റെ സൗണ്ടായിരിക്കും കേൾക്കുന്നുണ്ടാവുക. അപ്പോൾ അതിലെ ആൾക്കാരെ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇത്രയും ജനാണ് കേട്ടോ അതിൻ്റെ മുമ്പിൽ കൂടിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ, എല്ലാവർക്കും വെള്ളം കുടിക്കാൻ പറ്റിയ ഒരു ഏരിയ ഉണ്ട് കേട്ടോ. രാത്രിയാണെന്നുണ്ടെങ്കിലും പകലാണെന്നുണ്ടെങ്കിലും 24 hours ഇങ്ങനെ അതിലിങ്ങനെ എപ്പോഴും വെള്ളം ഉണ്ടാവും. എല്ലാവരും വെള്ളം വന്ന് കുടിക്കുന്നുണ്ട്. കൈ കഴുകുന്നവർ കൈ കഴുകുന്നുണ്ട്. എല്ലാം കൊണ്ട് പ്യൂരിഫൈ ചെയ്തിട്ട് വരുന്നതാണെന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന്. പിന്നെ ഇവിടെ വരുന്നവരൊന്നും UK ചാർജർ എടുത്തിട്ട് കാര്യമില്ല കേട്ടോ. ഇവിടെ മറ്റേ യൂറോപ്പ് ചാർജർ ഉണ്ടെന്നുണ്ടെങ്കിൽ, ആ കണക്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുത്തിട്ട് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞങ്ങളിപ്പോൾ 1000 ദിനാർ കൊടുത്തിട്ടാണ് ഇപ്പോൾ ഇത് വാങ്ങിയത്. ഒരു ഇവിടുത്തെ അഡാപ്റ്റർ വാങ്ങി. അപ്പോൾ ആ ഒരു സംഭവം എല്ലാവരും മൈൻഡിൽ സെറ്റ് ചെയ്ത് വെച്ചോ. വരുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ
എന്തായാലും യൂറോപ്പിൻ്റെ ആ ഒരു കണക്ടർ ഉണ്ടാവില്ല നമ്മുടെ കൂടെ കിട്ടുന്ന തന്നെ, എല്ലാം കൂടി 3 എണ്ണം വാങ്ങുന്നവരുണ്ടാകുമ്പോൾ അതിൽ ആ കണക്ടർ എന്തായാലും നിർബന്ധമായിട്ട് എടുക്കാൻ നോക്കുക, അല്ലാതെ ഫോണ് ചാർജ് ചെയ്യാൻ പറ്റൂല. ഉച്ചക്ക് ആ ഫുഡ് കഴിച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ ചെറിയ ചെറിയ സാധനങ്ങൾ കഴിച്ചു. ഇതിവിടെ പിലേസോ ബെലോ എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ്. പിലേസെ ബെലോ, ഇതെന്താണ് വായിക്കാമെന്ന് അറിയില്ല. സംഭവം ടേസ്റ്റ് ഉണ്ട്, ബർഗർ പോലെ തന്നെ. അപ്പോൾ ഞങ്ങൾ 3 ആൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ചെറിയ 3 കോഫി പൗഡർ വാങ്ങി. ഇതാണ് ഇപ്പോൾ രാവിലെ. ഏതായാലും എത്രയോ 1 കിലോമീറ്ററോളം ഞാൻ നടന്നിട്ടുണ്ടാവും. എന്തായാലും 1 കിലോമീറ്റർ മേലെ നടന്നു ഈ ഒരു കട കണ്ടെത്താൻ. പിന്നെ ആരോടും ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ, എൻ്റെ ഇംഗ്ലീഷും ഒരു മാങ്ങാത്തോലും അറിയില്ല. പിന്നെ നമ്മൾ ആരോട് ചോദിക്കണ്? അപ്പോൾ പിന്നെ എന്തായാലും അങ്ങോട്ട് നടന്ന് എന്നിട്ട് അറിയുന്ന ഒരു ഏതോ കണ്ടപ്പോൾ തോന്നി ഇതിന് ചിലപ്പോൾ ഇംഗ്ലീഷ് അറിയുന്നുണ്ടാവും. ആ ഒരു പെണ്ണിനോട് ചോദിച്ച് അപ്പോൾ പറഞ്ഞു നേരെ പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ അറ്റത്തൊരു കട ഉണ്ടെന്ന്. അങ്ങനെ ഒരു കട കയറി ഇത് വാങ്ങി. അപ്പോൾ ഇത് വാങ്ങി ഓരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു 77 ദീനാറാണ്. അപ്പോൾ എത്ര എന്തോ ഇവരുടെ ഭാഷയിൽ തന്നെ പറയുന്നുള്ളൂ. ഇതൊക്കെ കൗണ്ടിങ് പോലും ഇവിടെ ഇംഗ്ലീഷിൽ അറിയില്ലായിരിക്കും. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ സെർബിയയിലെ 2ാമത്തെ ദിവസമാണിന്ന്. ഇന്ന് ഫസ്റ്റ് നമ്മൾ ജസ്റ്റ് ഒരു കോഫിയും കാര്യങ്ങളൊക്കെ കുടിച്ച് നേരെ ഒരു ഫോർട്ട് ഉണ്ട് ഇവിടെ, അത് കാണാൻ വന്നതാണ്. ബസ്സിന് തന്നെയാണ് വന്നത്. അപ്പോൾ നമ്മൾ താമസ സ്ഥലം വെക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഇന്നത്തെ പ്ലാന് നമ്മളിവിടെ സെർബിയയിലല്ല, നമ്മൾ മോണ്ടിനിഗ്രോയിൽ എത്തേണ്ടതാണ്. അതായത് മോണ്ടിനിഗ്രോയിലേക്കുള്ള ട്രെയിന് കയറാനുള്ള പ്ലാനിലായിരുന്നു ഞങ്ങൾ വന്നത്. അതായത് രാവിലെ, അതായത് ഇന്ന് നൈറ്റൊക്കെ മോണ്ടിനിഗ്രോയിലുള്ള Airbnb ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ആദ്യം. പക്ഷേ ഇവിടെ നൈറ്റ് മാത്രമേ ഉള്ളൂ സർവീസ് എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് നൈറ്റിലോട്ട് എടുത്തിട്ടുണ്ട്. എന്തായാലും ഇന്ന് നൈറ്റാണ് ഞങ്ങൾ മോണ്ടിനിഗ്രോയിലോട്ട് ട്രെയിന് പോകുന്നത്. അപ്പോൾ നൈറ്റ് ഒരു 10-11 മണിക്കൂറത്തെ ട്രെയിൻ ട്രാവലാണ് ഉള്ളത് അതിൽ വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് അവിടെ എത്തിയാൽ പിന്നെയും അവിടെ 2 ദിവസം കിട്ടും, സെർബിയയിലും 2 ദിവസം കിട്ടും. സംഭവം ബോണസായിട്ടേ ഉണ്ടായിട്ടുള്ളൂ. ഒരു ദിവസത്തെ Airbnb പോയി, അത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ ബോണസാണ്. അപ്പോൾ ഫോർട്ടിൻ്റെ കാര്യങ്ങളും കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഫോർട്ടിലൊക്കെ കയറുന്ന സ്ഥലം കേട്ടോ, കയറുന്ന ഏരിയ എൻട്രൻസ്. ഇവിടെ അങ്ങനെ എന്തോ പീരങ്കിയൊക്കെ പണ്ട് വെച്ചിരുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ഹോളും കാര്യങ്ങളൊക്കെ കാണാം. ഇതാണ് ഫോർട്ടിൻ്റെ ഭാഗം. ഫ്രണ്ടിൽ തന്നെ ഇവിടെ സെർബിയൻ്റെ ഫ്ലാഗ്, പിന്നെ വേറെ 2 ഫ്ലാഗുകളൊക്കെ ഉണ്ട്. ഇവിടെ കുറേ ഫുട്ബോൾ കോർട്ടും അതേപോലെ തന്നെ ടെന്നീസ് കോർട്ട്, ബാസ്കറ്റ് ബോളിൻ്റെ കോർട്ട്, അങ്ങനത്തെ കുറേ കോർട്ടുകളുണ്ട് കേട്ടോ. എന്താണെന്ന് മനസ്സിലായില്ല. പിന്നത്തെ ഇവിടെ കുറേ ഡൈനോസേഴ്സിൻ്റെ പാർക്ക്, അത് കണ്ടോ, ഡൈനോ പാർക്കാണിത്. നമ്മളിപ്പോൾ ഇവിടെ നോക്കി നിൽക്കുന്നത് ഡൈനോ പാർക്കാണ്. കോർട്ടിൻ്റെ ഉള്ളിൽ ഇതേപോലത്തെ പല റൂംസും കാര്യങ്ങളുണ്ട്. റൂംസ് അല്ല, അത് ഗാലറിയാണ് കേട്ടോ. അതായത് പണ്ടത്തെ പടച്ചട്ട, പിന്നെ ഇതാ അവരുടെ ബാഗും കാര്യങ്ങളൊക്കെ തോലിൻ്റെ. ഇതൊക്കെ വിൽക്കാൻ വെച്ചതാണ്. ഒരു യോദ്ധാവിന് വേണ്ട എല്ലാതും ഉണ്ട് കേട്ടോ ഇവിടെ. പലതരം കത്തികളും കത്തിൻ്റെ ഉറകളും പിന്നെ പലതരം ആയുധങ്ങളും കൊമ്പ് അങ്ങനെ പലതും കാണാം കേട്ടോ. പിന്നെ അതൊരു വലിയ കൊമ്പ്, എന്തിൻ്റെ കൊമ്പാ? കുറേ പായക്കപ്പലും പിന്നെ പഴയ കാലത്തെ സെയിലിങ്ങും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് കേട്ടോ. റോക്സ് പലതരം പഴയ, അതായത് നമ്മൾ സോഷ്യലൊക്കെ പഠിച്ചിരുന്ന പഴയ സാധനങ്ങളുണ്ടല്ലോ. അറിയുന്ന ഏതെങ്കിലും പേരുണ്ടോ? സൾഫർ ഒന്നും ഇവിടെ ഇല്ല. ഗ്രാനൈറ്റ്. Hello guys. Where are you going? Let me check where is. Oh, there it is.
ഇവര് നമുക്ക് നമ്മളെ കണ്ടിട്ട് ഇന്ത്യക്കാരാന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ ലണ്ടനിൽ നിന്നാണ് വരുന്നത് പറഞ്ഞപ്പോൾ ലണ്ടൻ്റെ മാപ്പും അതേപോലെ തന്നെ ഇന്ത്യൻ്റെ മാപ്പും കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നുണ്ട്. Can you show me please? Arabian Peninsula and also nowadays Iraq, Iran, and then so all these maps are 1,000 dinars, 9 euros or 8 British pounds. Maybe it's better if they say pounds, and they are all placed in a tube like this. So you have London like that. You have also London Thames River. Have a look here. Where is River Thames? അപ്പോൾ ഈ പേപ്പറൊക്കെ ഇത് വരക്കാൻ ഉപയോഗിച്ച പേപ്പർ ഫാബ്രിയാനോ എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ പേപ്പേഴ്സാണ്. അതായത് ഇത് ആർട്ടിസ്റ്റുകളും ഇവരൊക്കെ യൂസ് ചെയ്യുന്ന പേപ്പറാണ് ഇതിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇത് ഇവിടെ ഒരു ക്ലോക്ക് ടവർ ഉണ്ട് കേട്ടോ. ഈ ഫോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ക്ലോക്ക് ടവർ ഉണ്ട്. ഇതാണ് കാണുന്ന മിലിറ്ററി മ്യൂസിയം. ആ ഉണ്ടല്ലേ, പഴയ ഐറ്റംസ് സാധനങ്ങളൊക്കെ. പക്ക ഹിസ്റ്റോറിക് ആട്ടോ. ഹിസ്റ്റോറിക് എന്ന് പറഞ്ഞാൽ പക്ക ഹിസ്റ്റോറിക്. ഇതിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല, എൻജോയ് ചെയ്യാനൊന്നുമില്ല. ജസ്റ്റ് പക്ക ഹിസ്റ്റോറിക് ആയിട്ടുള്ള എപ്പിക് സാധനങ്ങൾ മാത്രമാണ് ഇവിടെ. നിറയെ ചെറിയ ചെറിയ പീരങ്കികളാട്ടാ. കാനോൺ D75mm സ്നൈഡർ മോഡൽ. ക്രുപ്പാണല്ലേ, ക്രുപ്പ്. എങ്ങനെയാണ് വിടുക എന്നുള്ളതാണ് കാണിച്ചിരുന്നത് മുക്ലിസ്. ഭയങ്കര വെയിലാട്ടോ. നാട്ടില് നമ്മൾ കേരളത്തിലുള്ളതിനേക്കാളും വെയിൽ, പാലക്കാട്ടത്തേനേക്കാളും വെയിലാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇനി ഞങ്ങളിപ്പോൾ ഈ ഫോർട്രസിൻ്റെ ഉള്ളിലോട്ട് കയറി, ഉള്ളിൽ അത്യാവശ്യം ഉള്ളിലോട്ട് കണ്ട് വന്നു കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ കാണാം. ഇതാണ് ഫോർട്രസിൻ്റെ ഏറ്റവും ബാക്കിലുള്ള വ്യൂ. നല്ല രസമുള്ളൊരു ഏരിയ കേട്ടോ. എവിടെ എവിടെയാണ്? ഭയങ്കര രസമുണ്ട്. ഫോർട്രസ് ഇതാണ്, ഇങ്ങനെയാണ് കോലാട്ട് ശരിക്കും. ഗോയിലുണ്ട് പോലെ മറ്റേ ഡൈനാമോ എന്ന് പറഞ്ഞത്. പരിപാടി ഉണ്ടായിരുന്നു. ഇത് ഫോർട്രസിൻ്റെ ഏത് ഭാഗത്താണെന്നൊന്നും അറിയില്ല. ഞങ്ങളിങ്ങനെ എവിടേക്കോ നടന്ന് നല്ല വ്യൂസൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്ത് നിങ്ങളെയും കാണിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ അടുത്ത് കുറേ പബ്ബുകളും, പബ്ബല്ല ബാറും അങ്ങനത്തെ ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അതൊക്കെയാണ് ഇതിൻ്റെ സംഭവങ്ങൾ. ഇതിങ്ങനെ എന്താ വായിക്കാന്നൊന്നും അറിയില്ല കേട്ടോ. ഇങ്ങനെ പോകുന്നുണ്ട് നമ്മൾ. ടെറാസ്, റെസ്റ്റോറൻ്റ് ആണ്. ഓക്കെ, അത് മാത്രം മനസ്സിലായി. എത്ര മഞ്ഞ നിറം. ഹല്ലേലൂയ. Syria and cocktail bar. Okay. ഇതൊന്ന് നോക്കി നോക്കില്ലേ, എന്തായാലും രസണ്ടാ. സെർബിയയിലെ സംഭവം വിന്റർ ആണെന്നുണ്ടെങ്കിലും പക്ഷെ ഇപ്പോഴും ചൂട് തന്നെയാണ്. അപ്പോൾ ഈ ചൂടിനെ ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫാനിൽ ഇങ്ങനെ കാണാം ജസ്റ്റ് സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം സ്പ്രേ ചെയ്യുന്നൊരു സംഭവമുണ്ട്. ഇതേപോലത്തെ ഈ നോബിൽ നിന്നാണ് സംഭവം വെള്ളം സ്പ്രേ ചെയ്യുന്നത്.
ഇങ്ങനെയാണ് സംഭവം ഉണ്ടാവുക. വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കും. അറേബ്യൻ സ്ട്രീറ്റിൽ നടക്കുമ്പോൾ നമുക്ക് ഒരുപാട് മ്യൂസിക്സ് അതേപോലെ തന്നെ ഒരുപാട് ആർട്ട് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഞാൻ കാണിച്ചുതരാം. ആർട്ട് പലതരത്തിലുള്ള പെയിൻറ്റിങ്സും അതേപോലെ തന്നെ പലതരത്തിലുള്ള ചിത്രകലകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ. ഏകദേശം സെർബിയ നമ്മുടെ കഴിഞ്ഞു. സെർബിയ ഏകദേശം വിട്ടു പോകാൻ നിൽക്കുകയാണ് ഞങ്ങൾ. ഇനി ഒരു 8 മണിക്കാണ് ഞങ്ങൾക്ക് ട്രെയിൻ ഉള്ളത് മോണ്ടിനിഗ്രോക്കുള്ള. ഏകദേശം 11 മണിക്കൂറിൻ്റെ ട്രെയിനാണ്. അപ്പോൾ 11 മണിക്കൂർ മോണ്ടിനിഗ്രോയിൽ ഏകദേശം രാത്രി മൊത്തം ട്രെയിനിനുള്ളിൽ തന്നെയായിരിക്കും. നേരെ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു 7 മണിയാകുമ്പോൾ ഞങ്ങൾ അവിടെ എത്തും. പകല് നേരെ റൂം പോകുന്നു, ചെക്ക് ഇൻ ചെയ്യുന്നു, സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ബാക്കി മോണ്ടിനിഗ്രോയിൽ വെച്ച് കാണാം. പിന്നെ സെർബിയയിൽ നിന്നുള്ള ട്രെയിനിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും വീഡിയോയിൽ ഉൾപ്പെടുത്താം. അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഞങ്ങളിതാണ് ഇപ്പോൾ ബെൽഗ്രേഡ് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. കാണിച്ചു തരാം. അത്യാവശ്യം വലിയൊരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്. ഇതാണ് ബെൽഗ്രേഡ് സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. അങ്ങോട്ടങ്ങ് പരന്ന് കിടക്കുകയാണ് കേട്ടോ. ഇതാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഉള്ളിൽ എല്ലാ കാര്യങ്ങളുണ്ട്. ഷോപ്പിംഗ് മാൾ പോലെയാണ്. എക്സ്ചേഞ്ച്, ടിക്കറ്റ് എടുക്കുന്ന സ്ഥലങ്ങൾ, പിന്നെ ഷോപ്പിംഗ് ഏരിയകൾ, കുറേ അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ ഇതാണ് സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. അത് കാണിച്ചു തരാം. അപ്പോൾ ഇനി നാളെ മുതൽ ഈ ഫ്ലാഗ് ആവില്ല നമ്മൾ കാണുന്നുണ്ടാവുക. മോണ്ടിനിഗ്രോൻ്റെ റെഡ് കളർ ഫ്ലാഗ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. എക്സ്ചേഞ്ച് ഉണ്ട് ഇവിടെ. അപ്പം ഞങ്ങൾ ഇന്നലെ വന്നിട്ട് ടിക്കറ്റ് എടുത്ത ഏരിയ ഇവിടെയാണ്. പിന്നെ ഷോപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് റെൻ്റേ കാറിൻ്റെ ഓപ്ഷൻസ് ഒക്കെ കാണാം. പക്ഷേ ഇവിടെ റെൻ്റേ കാർ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഞങ്ങളിവിടെ 2 ദിവസം കറങ്ങി. ട്രാവൽ എക്സ്പെൻസ് ആയിട്ട് ഞങ്ങൾക്ക് ഒന്നും ചിലവായിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് അറിയില്ല. കാരണം ഞങ്ങൾ ബസ്സിൽ കയറുന്നിടത്തൊന്നും ഞങ്ങളോട് പൈസ ചോദിച്ചിട്ടില്ല. ഞങ്ങളിവിടെ വന്നിറങ്ങിയപ്പോൾ എയർപോർട്ടിൽ നിന്ന് A1 എന്നുള്ള ബസ് കയറി. അതിന് മാത്രമേ ഞങ്ങൾ ഒരാൾക്ക് 400 ദിനാർ ഇവിടെ ടിക്കറ്റായിട്ട് കൊടുത്തത്. പിന്നെ അതിനുശേഷം ഞങ്ങൾ ഏത് പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്തിട്ടും ഞങ്ങൾക്ക് പൈസ തന്നിട്ടില്ല. അതായത് ട്രെയിന്, അതായത് വേറെ ഏതോ സ്റ്റേഷനിൽ നിന്ന് ഈ ഒരു സെൻട്രൽ സ്റ്റേഷനിലോട്ട് ഞങ്ങൾ ട്രെയിനിന് വന്നു. പിന്നെ അതേപോലെ തന്നെ ബസ്സുകളിൽ പോയി, ട്രാമിൽ പോയി, അതിനൊന്നും ഞങ്ങൾക്ക് 1 രൂപ പോലും ചിലവായിട്ടില്ല. അപ്പോൾ റെൻ്റേ കാർ എടുക്കേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അത്രയും ചെറിയൊരു സിറ്റിയാണ് ബെൽഗ്രേഡ്. നമ്മൾ ഏകദേശം എല്ലാ സ്ഥലങ്ങളും അടുത്തുള്ള ഐറ്റിനറി എല്ലാം 10 മിനിറ്റ് ചിലപ്പം വാക്ക് തന്നെ മതി. വേണമെന്നുണ്ടെങ്കിൽ ബസ്സിന് കയറാം. അത്രയേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഈ സെർബിയ. നമ്മൾ ഏകദേശം സാധനങ്ങളൊക്കെ വാങ്ങി. ഞങ്ങൾ എക്സ്ചേഞ്ച് ചെയ്ത പൈസ വെച്ചിട്ടല്ല ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിപ്പെടുന്നത്. ഇനി നേരെ മോണ്ടിനിഗ്രോക്കുള്ള ട്രെയിൻ കയറാൻ നിൽക്കുകയാണ്. ഏകദേശം 11 മണിക്കൂറിൻ്റെ ട്രാവലിംഗ് ആണ് വരുന്നത്. ഇവിടുന്ന് അത്യാവശ്യം നല്ല ട്രെയിനൊക്കെയാണ് കേട്ടോ. പിന്നെ നമുക്കാകെ 2 സ്റ്റോപ്പ് അങ്ങനത്തെ ഉള്ളൂ. മോണ്ടിനിഗ്രോയിൽ എത്തുന്നതിന് മുന്നേ ഒരു സ്റ്റോപ്പ്. നമ്മൾ ക്രൊയേഷ്യ വഴിയാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഇത്രയും സമയം വരുന്നതെന്ന് തോന്നുന്നു. സെർബിയയിൽ നിന്ന് ക്രൊയേഷ്യ വഴിയാണ് നമ്മൾ മോണ്ടിനിഗ്രോയിലോട്ട് പോകുന്നത്. നമുക്ക് 8 മണിക്കാണ് ട്രെയിന്. ബാറ് എന്നുള്ള സ്ഥലത്തോട്ടുള്ള ട്രെയിനിലാണ് നമ്മൾ കയറുന്നത്. അപ്പോൾ അവിടുന്ന് ഒരു സ്റ്റോപ്പ് മുന്നെയാണ് ഇറങ്ങേണ്ടത്. എന്തായാലും ട്രെയിനിലത്തെ വിശേഷങ്ങൾ പിന്നീട് അറിയിക്കാം. ശരിക്കും ഞങ്ങളുടെ പ്ലാനിലുണ്ടായിരുന്നത് ഞങ്ങൾ സെർബിയയിൽ നിന്ന് മോണ്ടിനിഗ്രോക്കുള്ള ട്രെയിന് പകൽ ഡേ ടൈമിൽ പോകാനായിരുന്നു. ഡേ ടൈമിലാകുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ഇതിപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് ഇവിടെ നൈറ്റ് മാത്രമേ സർവീസ് ഉള്ളൂ. ഇപ്പോൾ ഈ നൈറ്റിലെ സർവീസാണ് നമ്മൾ എടുക്കുന്നത്. ഇനി നൈറ്റിൽ പോയി കഴിഞ്ഞാൽ, അതായത് നമ്മളിപ്പോൾ മോണ്ടിനിഗ്രോയിൽ ഇന്ന് രാത്രിയും നാളെയും ഒക്കെ അവിടെ Airbnb ബുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ രാത്രിക്കത്തത് പോയിന്നേ ഉള്ളൂ. നമ്മൾ നാളെ രാവിലെ അവിടെ എത്തും. അത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ബാഗും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും. ഒരു ദിവസം കൂടി സെർബിയയിൽ ചിലവഴിക്കാൻ സ്പെൻഡ് ചെയ്യാൻ പറ്റി. അത് തന്നെയാണ് എന്തായാലും ബോണസായി. ഇനി ട്രെയിനിൽ കയറിയിട്ട് ബാക്കിയുള്ള കഥകൾ പറയാം. ഇപ്പം ഞങ്ങളിവിടെ നിൽക്കുന്നിടത്ത് ബാക്കിലായിട്ട് തന്നെ കാണുന്നുണ്ട് ഒരു ഡബിൾ ഡെക്കർ ട്രെയിൻ ഉണ്ട്. ട്രെയിൻ ഡബിൾ ഡെക്കർ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. എന്തായാലും ഇതാണ്
Oj, oj, wykonamo messa. Samo malo, żołnierz preko mene. Moram napraviti. മോണ്ടിനിഗ്രോക്കുള്ള ട്രെയിനിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നിങ്ങൾ കണ്ട് ട്രെയിനിൻ്റെ പുറം ഭാഗം ഞാൻ കാണിച്ചിരുന്നില്ലേ, അപ്പോൾ അതേപോലെ തന്നെയാണ് ട്രെയിൻ എടുക്കുന്നത്, ഒരു പഴയ കോലത്തിലാണ്. അപ്പോൾ ഈ ഒരു ട്രെയിനിൽ തന്നെയാണ് അന്ന് കാലത്ത് മറ്റേ സന്തോഷ് ജോർജ് കുളങ്ങരൊക്കെ പോയത്. അപ്പോൾ പക്ഷേ പഴയ ട്രെയിനാണെങ്കിലും ഉള്ളിലെ സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കുഷനാണ്, ഭയങ്കര അടിപൊളി, ഇരിക്കാനൊക്കെ നല്ല സുഖമുണ്ട്. പിന്നെ പോരാത്തതിന് ചാർജിങ് സോക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. മോണ്ടിനിഗ്രോക്കുള്ള സെർബിയ എന്നുള്ള ഈ ട്രെയിന് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ടണൽസ് വരുന്ന ഒരു ട്രെയിനാണ്. അപ്പോൾ ഇത്രയും ഇതിപ്പോൾ രാത്രി ആയതുകൊണ്ട് നമുക്ക് മനസ്സിലാവാത്തതാണ്, എത്രയോ കിലോമീറ്റർ കണക്കിന് അല്ലെങ്കിൽ എത്രയോ മണിക്കൂർ കണക്കിന് നീളുന്ന ടണൽസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഇതാണ്. മോണ്ടിനിഗ്രോയിലേക്ക് പോകുന്ന വഴിക്ക് ഞങ്ങളുടെ ട്രെയിന് കുറച്ച് നേരം നിർത്തിയിട്ടു. ഇതാണ് ഞങ്ങളുടെ ട്രെയിനിൻ്റെ കോലം കേട്ടോ, ഫുള്ളായിട്ടുള്ള കോലം. അപ്പോൾ അത് നിർത്തിയിട്ടു. ഇതിപ്പോൾ ഞങ്ങൾ ബോസ്നിയ ആൻഡ് ഹെർസഗോവിന എന്ന് പറഞ്ഞിട്ടുള്ള കൺട്രിയിലാണ്. അപ്പോൾ ജസ്റ്റ് ഇവിടെയൊക്കെ പുറത്ത് ഇങ്ങനെ ഇറങ്ങാനൊക്കെ പറ്റും. അങ്ങനെയാണ് ഇതിൻ്റെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ് ട്രെയിനിന് വരുന്നത്. പക്ഷേ ഉള്ളിലെ സംഭവങ്ങളൊക്കെ അടിപൊളിയാണ് കുറച്ചും കൂടെ. പിന്നെ പുതിയൊരു രാജ്യമാണ് അത്. വോഡോഫോണിലൊക്കെ മെസ്സേജ് വന്നപ്പോൾ അതായത് വെൽക്കം ടു ബോസ്നിയ ആൻഡ് ഹെർസഗോവിന എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ ഇവിടെ വന്നു ഇറങ്ങി ഇനി ഈ ട്രെയിൻ എടുത്തിട്ട് വേണം മോണ്ടിനിഗ്രോയിലേക്ക് അടുത്തത് പോകാൻ. സെർബിയയിൽ നിന്ന് ഞങ്ങൾ 8 മണിക്കാണ് പോകുന്നത്. ഇപ്പോൾ ഏകദേശം കറക്റ്റ് 2:30 മണിയായിട്ടുണ്ട്. 6.5 മണിക്കൂറായി ഇപ്പോൾ ഞങ്ങൾ ഈ ട്രെയിനിൽ തന്നെ. അപ്പോൾ ഏകദേശം അതിൻ്റെ ഇടയിൽ ഒരു 2 മണിക്കൂറൊക്കെ കിടന്നിറങ്ങി. എൻ്റെ ഫേസ് കണ്ടിട്ട് മനസ്സിലാകുന്നുണ്ടാവും. നല്ല രീതിക്ക് തന്നെ സുഖമായിട്ട് കിടന്നുറങ്ങാനൊക്കെ പറ്റുന്നുണ്ട്. എനിക്ക് 2 എന്താ പറയുക അടുത്തടുത്തുള്ള സീറ്റ് കിട്ടിയതുകൊണ്ട് ഞാൻ അങ്ങനെ കിടന്ന് തന്നെ ഉറങ്ങി. നല്ല സുഖമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബോസ്നിയയിലെത്തിയപ്പം ബോസ്നിയയിൽ കുറച്ച് തണുപ്പ് കൂടുതലായിട്ട്. ഞങ്ങൾ സെർബിയയിൽ ഉണ്ടായിരുന്നപ്പോൾ നല്ല ചൂടാണെന്ന് പറയുന്നത്. അപ്പോൾ നേരെ തിരിച്ച് ഇങ്ങോട്ട് എത്തിയപ്പം ഇപ്പം ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ ഇങ്ങനെ ഇറങ്ങി നിന്ന സമയത്ത് തന്നെ കുറേ ആൾക്കാരായിട്ട് സംസാരിച്ചു, കുറേ ആൾക്കാരായിട്ട് കമ്പനിയായി. അവരൊക്കെ ഏകദേശം സെർബിയക്കാർ തന്നെയാണ്. പല ആവശ്യത്തിനും വേണ്ടിയിട്ട് മോണ്ടിനിഗ്രോയിൽ പോകുന്നു. പിന്നെ ഞങ്ങളുടെ അവിടുത്തെ ലണ്ടനിലെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അത് ഭയങ്കര ഗുഡാണ്. ഇവിടെ ആകെ 2.5 പൗണ്ട് എന്തോ മണിക്കൂറിന് അവർക്ക് വർക്ക് ചെയ്താലൊക്കെ കിട്ടുള്ളൂ, അതൊക്കെ പറഞ്ഞു. ഇതിൻ്റെ സൈഡിലായിട്ട് തന്നെ കുറേ ചരക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന കുറച്ച് ട്രെയിന് കാണാൻ പറ്റും, ഗുഡ്സ് ട്രെയിന്. നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തും ഇത് പെട്ടെന്ന് ഓട്ടോമാറ്റിക് ഡോറാണ്, അത് പെട്ടെന്ന് അടയും. അപ്പോൾ അതിനും വേണ്ടിയിട്ട് അത് അടയാതിരിക്കാൻ വേണ്ടിയിട്ട് അന്നേരം അത് അവിടെ എന്തോ ഒരു ബട്ടണും പ്രസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. നമ്മളിവിടെ പുറത്തുള്ളത് കൊണ്ട് ഈ ഒരു വ്യൂ ആണ് നമുക്ക് എന്താണ് മോണ്ടിനിഗ്രോയിലേക്കുള്ള ട്രെയിനിൽ കാണാനുള്ളത്. പകലായതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. രാത്രി ഉള്ള സമയത്തൊന്നും നമുക്കൊന്നും കാണാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ ഇടയിൽ കുറേ ടണൽസ് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ടണൽസാണ് ഇവിടുത്തെ മെയിൻ സംഭവങ്ങൾ. അതായത് ടണൽസിൻ്റെ ഉള്ളിലൂടെയാണ് ഇതിൻ്റെ മെയിൻ ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. ആദ്യം വീഡിയോ എടുക്കാൻ വന്നപ്പം ഞങ്ങളുടെ ഇവിടെയുള്ള എന്താ പറയുക TTRും ചെക്കറൊക്കെ പറഞ്ഞു ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ പോകണം. അതായത് ഈ ഒരു വിൻഡോ ഉണ്ടല്ലോ, ഇത് താത്തിയിട്ട് നമുക്ക് വീഡിയോ എടുക്കാം. ഞങ്ങളോട് ഞങ്ങൾ അടുത്തുള്ളൊരു ലേഡി വന്നിട്ട് പറഞ്ഞു നിങ്ങളെന്താ അവിടെ പോയിട്ട് വീഡിയോ എടുത്താൽ മതി, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരെ തന്നെ ആർഗ്യൂ ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞു. അത്രയും ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയാണ് ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ കേട്ടോ. അതായത് നമ്മൾ പുതിയ ആൾക്കാരാണ്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ വന്ന് വീഡിയോ എടുക്കണം എന്നുള്ളതൊക്കെ അവർക്ക് അറിയാം. കാരണം പല ആൾക്കാർ ഇവിടെ ഇരുന്നിട്ട് വീഡിയോ ഇതൊക്കെ എടുക്കുന്നുണ്ട്. ഇത് സ്ലീപ്പർ കോച്ചാണ് ഈ കാണുന്നത്. പിന്നെ ഈ ട്രെയിനിൽ തന്നെ ഒരു മെയിൻ ക്യാരക്ടർ ഉണ്ടായിരുന്നു കേട്ടോ, അയാളിപ്പോൾ ഇറങ്ങിപ്പോയി. അപ്പോൾ ഇതുവരെ ഇവിടുത്തെ ആൾക്കാരെല്ലാവരും ഒച്ചപ്പാടുണ്ടാക്കിയതൊക്കെ അയാളായിരുന്നു. കുറേ ആൾക്കാരൊക്കെ പിന്നെ നമ്മൾ സംസാരിച്ച് തുടങ്ങിയതൊക്കെ അയാൾ കൊണ്ടാണ്. അയാൾക്ക് ജർമ്മനും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ജർമ്മൻ അറിയുന്നതുകൊണ്ട് ഞാനും കുറച്ച് നേരം ജർമ്മൻ സംസാരിച്ചു അയാളായിട്ട്. അയാൾ എന്തൊക്കെയോ പറയുന്നുണ്ട്, ജർമ്മനും അയാൾക്ക് കുറച്ചേ അറിയുള്ളൂ. അപ്പോൾ ഇംഗ്ലീഷും കുറച്ചറിയാം എന്തൊക്കെയോ. അങ്ങനെ അയാൾ പറയുന്നത് എന്തൊക്കെയോ ആണ്. പക്ഷേ അയാൾ കുറേ കാര്യങ്ങൾ നമ്മളോട് പറയാൻ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് അയാളുടെ
മകളെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ട്. മാരീഡ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനൊക്കെ ആയിരുന്നു. അങ്ങനത്തെ ഒരാള്. See you. Have a nice day. Good. Thank you. അപ്പോൾ ഞങ്ങളിവിടെ സുത്തോമോറിൽ എത്തിയിട്ടുണ്ട്. സുത്തോമോറിലാണ് നമുക്ക് ഇറങ്ങേണ്ടത്. ബാറാണ് അടുത്ത സ്റ്റോപ്പ്. അപ്പോൾ ബാറിൻ്റെ മുന്നേ ഉള്ള തൊട്ട് സ്റ്റോപ്പിൽ സുത്തോമോറിലാണ് ഇറങ്ങേണ്ടത്. സുത്തോമോർ എത്തുന്നതിന് മുമ്പ് ഒരു ടണലുണ്ട്. ആ ടണൽ എത്തിയപ്പോൾ തന്നെ നമുക്ക് TTRഉം പിന്നെ അതേപോലെ തന്നെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ച ആൾക്കാരൊക്കെ നമ്മളെടുത്ത് വന്ന് പറഞ്ഞു, അടുത്ത ഈ ടണൽ കഴിഞ്ഞാൽ സുത്തോമോറാണ്, അവിടെ ഇറങ്ങിക്കോളെന്ന് പറഞ്ഞു. അതായത് ഇവരെല്ലാവരും നമ്മുടെ കാര്യത്തിലൊക്കെ ബോധേഡാണ്. നമ്മൾ ഏകദേശം ഒരു ദിവസം തന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന പോലെ ഏകദേശം ആൾക്കാരായിട്ടൊക്കെ കമ്പനിയായി. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ട്രിപ്പ്, ഈ ഒരു ട്രെയിൻ ട്രാവലിങ്. സുത്തോമോർ ഇവിടുത്തെ മോണ്ടിനീഗ്രൻ ലാംഗ്വേജിലും അത് എഴുതി വെച്ചിട്ടുണ്ട്. മോണ്ടിനീഗ്രോന്റെ ബോർഡർ കടന്ന ഉടനെ തന്നെ നമുക്ക് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചെക്കിങ്ങിന് ബോർഡർ പോലീസൊക്കെ വന്നു. എന്നിട്ട് അവർ നമ്മളോട് എന്താണ് പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതിൽ സീൽ ചെയ്യുന്നുണ്ട്. 4 ആളുകളായിട്ടാണ് വന്നത്. ആദ്യം 2 ആൾ, പിന്നെ 2 ആൾ വന്നു. പിന്നെ വന്ന രണ്ടാമത്തെ ആളുകളിലാണ് നമുക്ക് സീലും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത്.